പാസീവ് ലിസ്ണിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനാരിയോസിൽ പാസീവ് ലിസ്ണിങ് ഉപയോഗിക്കാവുന്നതാണ്. പാട്ട് കേൾക്കുക, പോഡ്കാസ്റ്റ് കേൾക്കുക, ഇതൊക്കെ. ഇറ്റ് അലൗസ് ഫോർ റിലാക്സേഷൻ വിത്തൗട്ട് റിക്വയറിങ് മെൻ്റൽ എനർജി. കൂടുതൽ മാനസികമായ എനർജി ചിലവാക്കാതെ ജസ്റ്റ് റിലാക്സ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇവൻറ്റ്സ് ആർ അനദർ area. Briefly overhearing conversations at social gatherings without engagement. This can provide context but does not involve deeper understanding. ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു പബ്ലിക് പ്ലേസിൽ പോവുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കിട്ടും, എവിടെയാണ് നിൽക്കുന്നത്, എത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ഒരു ധാരണ പാസീവ് ലിസണിങ്ങിലൂടെ നമുക്ക് കിട്ടും. അവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ചെറിയ ചെറിയ ശബ്ദങ്ങളിലൂടെ, വാക്കുകളിലൂടെ അവർ പറയുന്ന അനലൈസ് ചെയ്യുക, അവരോട് ഇടപഴകാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അല്ലാത്തൊരു സാഹചര്യം, ജസ്റ്റ് കേൾക്കുക എന്നുള്ളത്.